അല്ലു അർജുന്റെ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ ഒഫീഷ്യൽ ടീസർ കുറച്ചു മുമ്പായിരുന്നു പുറത്തിറങ്ങിയിട്ടുള്ളത്. അല്ലു അർജുന്റെ ബർത്ത്ഡേ പ്രമാണിച്ചായിരുന്നു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ റിലീസ് ചെയ്തിട്ടുള്ളത്. ടീസർ കണ്ടപ്പോൾ ഒരു മാരക ഐറ്റം തന്നെയായിരിക്കും പുഷ്പയുടെ രണ്ടാം ഭാഗമെന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ടീസർ ആയിരുന്നു ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിട്ടുള്ളത്. എനിക്ക് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ കണ്ടപ്പോൾ അല്ലു അർജുന്റെ ഒരു വൺ മാൻ ഷോ ആയിട്ട് തന്നെയായിരുന്നു കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. അതുപോലെ മികച്ച ഒരു ടീസർ ആയിരുന്നു ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിട്ടുള്ളത്. കാരണം ചിത്രത്തിന്റെ ടീസർ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അത്ര നല്ല വിഷ്വൽസും കൂടാതെ തന്നെ നല്ല രീതിയിലുള്ള ഒരു BGM ഒക്കെ ചിത്രത്തിന്റെ ടീസറിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. രശ്മിക മന്ദാനയാണ് ഈ ഒരു ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ബർത്ത്ഡേ പ്രമാണിച്ച് എന്തായാലും അല്ലു അർജുന്റെ പുഷ്പയുടെ രണ്ടാം ഭാഗത്ത് നിന്ന് പുറത്തിറക്കിയിട്ടുള്ള ടീസർ നിരാശപ്പെടുത്തിയെന്ന് പറയാൻ സാധിക്കും. എനിക്ക് മികച്ചതായിട്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുള്ളത്. BGM ഒക്കെ ആയാലും വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ചിത്രത്തിന്റെ ടീസർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലുക്കിൽ എന്താണോ ഒരു ലുക്കിലാണോ ഉള്ളത് അതേ ലുക്കിലുള്ള ഒരു ടീസർ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ടീം പുറത്തിറക്കിയിട്ടുള്ളത്. സുകുമാറാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രം ഈ വരുന്ന ഓഗസ്റ്റ് 15-നാണ് തിയേറ്ററുകളിലേക്ക് വേൾഡ് വൈഡ് ആയിട്ട് റിലീസിന് എത്തുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ പേര് പോലെ തന്നെ പുഷ്പ ദി റൂൾ പോലെ തന്നെ ആയിരിക്കും ചിത്രത്തിലെ അല്ലു അർജുന്റെ പ്രകടനം എന്നാണ് എനിക്ക് ടീസർ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. എനിക്ക് പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ ഒഫീഷ്യൽ ടീസർ കണ്ടപ്പോൾ വളരെ മികച്ചതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഈ ടീസർ ഇപ്പോൾ നിങ്ങളും കണ്ടു കാണും. നിങ്ങളുടെയും പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.